പ്രിയപ്പെട്ട മൂത്ത മകൻ സയ്യിദ് അഹമ്മദ് തഖിയുദ്ദീൻ ബുഖാരി 34 വയസ്സാണ്. ഇന്നലെ പെട്ടെന്ന് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി. പലപ്പോഴും മരണം പ്രതീക്ഷിക്കപ്പെട്ട പല ഘട്ടങ്ങളുണ്ടായിരുന്നു. വെന്റിലേറ്ററിലും വളരെ സീരിയസ് ആയ ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെയും വളരെ അത്ഭുതമായി രക്ഷപ്പെടുത്തി. പക്ഷേ ഇന്നലെ മസ്തിഷ്ക സംബന്ധമായ അസുഖങ്ങളെ കൊണ്ട് ചെറുപ്പം തൊട്ടേ അസുഖങ്ങളാണ്. പക്ഷേ അറിയാവുന്നവർക്കൊക്കെ അറിയാം, ദിക്റ് ചൊല്ലൽ രസാണ്, വരുന്നവരെ സ്വീകരിക്കുക, അവർക്ക് ചായ, അങ്ങനെ മുത്തഖല്ലിഫുൽ അഖലാണ്, തമ്മീസില്ലാത്ത കുട്ടിയാണ്. ചെറുപ്പം തൊട്ടേ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നു. മിനിയാന്ന് കാലിന് നീര് വന്നപ്പോൾ കിഡ്നിക്ക് വല്ല ഡാമേജ് ഉണ്ടാകുമോ, എല്ലാ ടെസ്റ്റുകളും നടത്തി, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ചെറുതായി ശ്വാസം മുട്ടൽ വന്നു. ടെസ്റ്റിന് വേണ്ടി കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ, അവിടെയുള്ള റാഫി ഡോക്ടർ കാർഡിയോളജിസ്റ്റ്, എങ്ങനെ നന്ദി രേഖപ്പെടുത്താൻ എനിക്കറിയില്ല. കാഷ്വാലിറ്റിയിൽ പോലും കിടത്താതെ പെട്ടെന്ന് എല്ലാ ടെസ്റ്റുകളും നടത്തി എല്ലാം ക്ലിയറാണ് എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചിട്ട് പറയുന്നത് അവസ്ഥ മാറി വരുന്നു, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു, പക്ഷെ ഞാൻ വെന്റിലേറ്ററിലേക്ക് കയറ്റുന്നില്ല, എല്ലാം സംഭവിച്ചാൽ അവിടെ നിന്നാവില്ലേ. പെട്ടെന്ന് ആഷിഖ് ഡോക്ടർ എത്തി. അവരെല്ലാം ദിക്റുകളും സ്വലാത്തുകളും സൂറത്തുർ റാഹിദുകളും യാസീനുകളൊക്കെ ഓതി അള്ളാഹുവിന്റെ വിളിക്ക് അള്ളാഹുവിന്റെ അലങ്കരീയമായ റബ്ബ് എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആമീൻ ആമീൻ ആമീൻ. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബ് സ്വർഗത്തിലേക്ക്, തമീസില്ലാത്ത കുട്ടിയാണ്, സ്വർഗത്തിലേക്കാണ്. മനസ്സിൽ വല്ലാത്ത ഇഷ്ടപ്പെട്ട മക്കളിൽ എന്നെ വല്ലാതെ എപ്പോഴും ഉപ്പന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ചോറിക്കുക, ഉപ്പന്റെ കൂടെ എപ്പോഴും ഉപ്പ ഉപ്പ എന്ന വല്ലാത്ത അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന കുട്ടി. അള്ളാഹുവിന്റെ അലങ്കരീയമായ അള്ളാഹു ഉൾക്കൊള്ളുകയല്ലാതെ മറ്റൊന്നും നമുക്ക് കഴിയില്ലല്ലോ. അള്ളാഹ് നിന്നോട് പറയാനല്ല ഞങ്ങൾക്ക് കഴിയില്ല. റബ്ബേ ദുനിയാവിലെ 1000 പരീക്ഷണങ്ങളെല്ലാം ഏറ്റുവാങ്ങി. റബ്ബേ ആഖിറം 100% നീ സന്തോഷത്തിലായി കൊടുക്കണേ അല്ലാഹ്. 100% നീ സന്തോഷത്തിലായി കൊടുക്കണേ റബ്ബേ. ഞങ്ങളെല്ലാവരെയും സഹോദര സഹോദരിമാരെയും മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും മളാപ്പാരും മൂത്താപ്പാരും അമ്മായിമാർ എല്ലാവരും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന റബ്ബേ, ഞങ്ങൾക്ക് നാളെ ആഖിറത്തിൽ ആ കുട്ടി മുഖേന എല്ലാ മക്കളും സന്തോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, മക്കൾ, മരുമക്കൾ, പേരമക്കൾ, ശിഷ്യ പരമ്പര ആരെയും മയ്യത്ത് കണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ആരെയും മയ്യത്ത് കാണേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ല റബ്ബേ. ഈ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്.